ഹലോ എവ്രി വൺ, എൻ്റെ പേര് കീർത്തി. എല്ലാവർക്കും ബിൽഡ് യുവർ കരിയറിലേക്ക് സ്വാഗതം. ബിൽഡ് യുവർ കരിയർ, യെസ്, നമുക്ക് ഈ ഒരു ചാനലിൽ കൂടെ നിങ്ങളുടെ കരിയർ ബിൽഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്കറിയാം, ഇപ്പം റെയിൽവേയുടെ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ബാക്ക് ടു ബാക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ SSCയുടെ വരുന്നുണ്ട്, PSCയുടെ വരുന്നുണ്ട്. അപ്പം ഇതിനെല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ നോട്ട്സ് എന്തൊക്കെയാണ്, അതിനാവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ സിലബസ് എന്താണ് എന്നുള്ള കാര്യങ്ങൾ എങ്ങനെ അപ്ലൈ ചെയ്യാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ് ബിൽഡ് യുവർ കരിയർ. ഓക്കെ, അപ്പം നമുക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യുന്നതാണ് RRB JEE റിക്രൂട്ട്മെന്റ്. RRBയുടെ ജൂനിയർ എഞ്ചിനീയർ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഈ മാസം ജൂലൈ 2024 വരും എന്ന് നമ്മൾ അറിഞ്ഞു. അപ്പം അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എത്ര വേക്കൻസീസ് ആണ് ഉള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ് എന്നൊക്കെ നോക്കാനായിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം വേക്കൻസീസ്. അപ്പോൾ ജൂനിയർ എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് തന്നെ കുറേയധികം ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ കുറേയധികം പോസ്റ്റ് ഉണ്ട്. അപ്പോൾ ജൂനിയർ എഞ്ചിനീയറിൽ വേക്കൻസി ഉള്ളത് 7346 ആണ്. ഡീപോർട്ട് മെറ്റീരിയൽ സൂപ്രണ്ടന്റ് ആയിട്ട് 398 വേക്കൻസി ഉണ്ട്. കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റന്റ് ആയിട്ട് 150 വേക്കൻസി ആണ് ഉള്ളത്. നെക്സ്റ്റ് വൺ കെമിക്കൽ സൂപ്പർവൈസർ ആയിട്ടാണെങ്കിൽ 5 വേക്കൻസി ഉണ്ട്. മെറ്റലർജിക്കൽ സൂപ്പർവൈസർ ആയിട്ട് 12 വേക്കൻസി. ഇങ്ങനെ ടോട്ടൽ ആയിട്ട് 7911 വേക്കൻസി ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പൊ വേക്കൻസിയുടെ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി. ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നോക്കുന്നത്. ഇന്ത്യൻ നാഷണാലിറ്റി ആയിരിക്കണം, നമ്മളൊരു ഇന്ത്യക്കാരനായിരിക്കണം. പിന്നെയുള്ളത് ഏജ് ആണ്. 18 to 33 ഇയേഴ്സ് എന്ന് പറയും നോർമൽ കേസിൽ, ജനറൽ കേസിൽ. അതല്ലാണ്ട് വരുന്നത് OBC, അതുപോലെ SC ST, പിന്നെ എക്സ്മെൻ, ഇങ്ങനെയുള്ളവർക്കൊക്കെ ഏജ് എക്സംഷൻ ഉണ്ട്. ഓക്കെ, അത് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മൾ എഗെയിൻ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും, അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ട്. പിന്നെയുള്ളത് 3 year ഡിപ്ലോമ ഓർ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആയിരിക്കണം. ക്വാളിഫിക്കേഷൻ ആണ് പറയുന്നത്. ഡിപ്ലോമ അല്ലെങ്കിൽ BTech കഴിഞ്ഞവര്, BTech ഓർ BE whatever. ഓക്കെ, അപ്പം അങ്ങനെ ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞവർക്കാണ് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി. അതിൻ്റെ ഏതൊക്കെ സ്ട്രീമിന് ഏതൊക്കെ പോസ്റ്റ് എന്നുള്ളതൊക്കെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയുള്ളൂ. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ ഡിഫേഴ്സ് ഫോർ ഡിഫറെന്റ് പോസ്റ്റ്. അപ്പം എല്ലാ പോസ്റ്റിനും മേ ബി ഒരു എഞ്ചിനീയറിംഗ്, നമുക്കറിയാം സിവിൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് അങ്ങനെയൊക്കെ ഉണ്ട്, മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ. അപ്പം ഇതിനകത്തുള്ള എല്ലാ സ്ട്രീമുകാർക്കും ഈ പറയുന്ന എല്ലാ പോസ്റ്റിനും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ചില പോസ്റ്റിന് ചില സ്പെസിഫൈഡ് സ്ട്രീമുകാർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അത് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു കഴിയുമ്പോഴാണ് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് അറിയാം. പിന്നെ ഏത് തന്നെ ആണെങ്കിലും 60% എബോവ് മാർക്ക് ഉണ്ടെങ്കിൽ, മിനിമം 60% മാർക്കെങ്കിലും ഉള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്. ഇനി അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ്, എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്നൊക്കെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇനി നമ്മൾ ഇതിനകത്ത് നമുക്ക് പഠിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു അല്ലെ. നമ്മൾ ഇപ്പം നോട്ടിഫിക്കേഷൻ വരുന്നേ ഉള്ളൂ, എന്തിനാണ് ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങുന്നത് എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടാവും. പക്ഷെ ലാസ്റ്റ് മിനിറ്റ് പഠിക്കുക. നമുക്കറിയാം, ഒരു കോമ്പറ്റീറ്റീവ് എക്സാം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുണ്ട്. എന്താ പറയുക, നമ്മുടെ റിസൾട്ട് വന്നു കഴിഞ്ഞതും അതിനുവേണ്ടി മാത്രം ടൈം സ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരുടെ ഇടയിൽ നമ്മൾ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പയർ ചെയ്യാൻ പോയിട്ട് എന്തേലും കാര്യമുണ്ടോ? ഇല്ല. കഴിഞ്ഞൊരു 4 വർഷമായിട്ട് RRBക്ക് ഈ ഒരു എക്സാം വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അങ്ങനെ ഉള്ള ആൾക്കാരുടെ ഇടയിൽ നമ്മൾ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ കൊണ്ട് ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ഇപ്പൊ തന്നെ നമ്മൾ അവരെ നോക്കുമ്പം ലേറ്റ് ആണ്, പക്ഷേ ബെറ്റർ ലേറ്റ് നെവർ എന്നാണല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ ലേറ്റ് ആയാലും ഒന്നും ചെയ്യാത്തതിലും ഭേദമാണ് ലേറ്റ് ആയിട്ടെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക്
ആദ്യം അറിയേണ്ടത് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നാണ് ആദ്യം അറിയേണ്ടത് അല്ലെ. ഒരു എക്സാമിന് നമ്മൾ നോക്കുന്ന സമയത്ത് ആദ്യം നമുക്ക് അറിയേണ്ടത് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത്. അപ്പൊ അതിനായിട്ടാണ് നമ്മൾ ഈ ഒരു സിലബസ് നോക്കുന്നത്. അപ്പം ഇത് നമ്മൾ ഇതിനകത്ത് എക്സ്ക്ലൂഡ് ചെയ്യേണ്ടതും ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ട് എല്ലാം ഉണ്ട്. ഇപ്പം ഇത് ഓൾമോസ്റ്റ് എല്ലാ കോമ്പറ്റേറ്റീവ് RRB JEE മാത്രമല്ല RRBയുടെ എല്ലാ എക്സാംസിനും SSCയുടെ എല്ലാ എക്സാംസിനും ഒക്കെ ഓൾമോസ്റ്റ് ചോദിക്കുന്ന എല്ലാ ടോപ്പിക്സും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ സിലബസ് എപ്പോഴും നോക്കുന്നത്. ഇനി ഇതിനകത്ത് എക്സംഷൻസും ഇൻക്ലൂഡ് ചെയ്യേണ്ടതും ഇൻക്ലൂഡ് ചെയ്യാൻ അധികം ഒന്നും വരാറില്ല, എക്സ്ക്ലൂഡ് ചെയ്യേണ്ടത് വരും. പക്ഷെ അതെപ്പോഴും നമ്മൾ നോക്കാതിരിക്കുന്നതാണ് നല്ലത്. ഒന്നും എക്സ്ക്ലൂഡ് ചെയ്യേണ്ട, അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ആയിട്ടുള്ള ഈ ഒരു പോർഷൻസ് കംപ്ലീറ്റ് പഠിച്ചാൽ തന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെ ആണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ PSC ആണെങ്കിലും നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന സിലബസ് നമ്മൾ ഇനി അങ്ങോട്ട് ഫോളോ ചെയ്യാൻ പോകുന്ന ഒരു സിലബസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓരോ ടോപ്പിക്കുകൾ മാത്രമാണ് ഇപ്പൊ ഇതിനകത്ത് പറയുന്നത്. ഇതിന്റെ ഡീറ്റെയിലിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ടും നോട്ട്സ് ആയിട്ടും അതിന്റെ ക്വസ്റ്റ്യൻസ് ആയിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും സാമ്പിൾ ക്വസ്റ്റ്യൻസും വർക്ക്ഔട്ട് പ്രോബ്ലംസും എല്ലാമായിട്ട് ഓരോ വീഡിയോസ് ആയിട്ട് നമ്മൾ പുറകിലായിട്ട് ചെയ്തു വരുന്നതായിരിക്കും. അപ്പൊ അറിയാം നമുക്ക് മാത്സ് അല്ലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് മാത്സ് എന്ന് പറയുന്നത്. നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ഒരുപാട് പേര് കാലിടറി വീണു പോകുന്ന ഒരു ഭാഗമാണ് മാത്സ് എന്ന് പറയുന്നത് അല്ലെ. നല്ല രീതിയിൽ ഇന്റലിജൻസ് റീസണിങ് ചെയ്യാൻ അറിയാം, ജനറൽ നോളേജ് ഉണ്ട്, സയൻസ് ബേസ് ഉണ്ട്, കറണ്ട് അഫയേഴ്സ് ഉണ്ട്, എല്ലാം ഉള്ള ആൾക്കാർ മാത്സ് എത്തുമ്പോൾ ഒന്ന് വീണു പോകും അല്ലെ. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ പ്രോപ്പർ പ്രാക്ടീസ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ. പിന്നൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ടൈം സേവിങ്സ് അറിയാത്തത് കൊണ്ട് പറ്റുന്നതായിരിക്കാം. നമ്മൾ നോർമലി ക്ലാസ്സിൽ ഇരുന്ന് ചെയ്യുന്നത് പോലെ, നമ്മൾ പണ്ട് സ്കൂളിൽ ക്ലാസ്സിൽ ഇരുന്ന് ചെയ്യുന്നത് പോലെ ഇരുന്ന് എന്ത് ചെയ്യും, ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ എടുത്ത് ഓരോ പ്രോബ്ലംസും ചെയ്യാൻ നിൽക്കുമ്പോൾ നമുക്ക് ലാസ്റ്റ് എത്തുമ്പോഴത്തേക്കും സമയം ഒട്ടും ഇല്ലാണ്ട് പോകും. അങ്ങനെ ആയിരിക്കും നമ്മൾ പുറകിലോട്ട് വരുന്നത്. അങ്ങനെ സമയം കളയാനും അല്ലെങ്കിൽ നമ്മളെയൊക്കെ ഒന്ന് കാലിടറിക്കാനും ഒക്കെ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് മാത്സ് എന്ന് പറയുന്നത്. നമുക്ക് മാത്സ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. മാത്സ് എങ്ങനെ എളുപ്പത്തിൽ പഠിക്കാം, അതിനുള്ള ടിപ്സ് എന്താണ്, ട്രിക്സ് എന്താണ്, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരാൻ ചാൻസ് ഉള്ളത്, അതൊക്കെ എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ടോപ്പിക്കിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു സിലബസിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് നമ്മൾ നോക്കുന്നുണ്ടാവുക നമ്പർ സിസ്റ്റം ആയിരിക്കും. നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് സിസ്റ്റം ഓഫ് നമ്പേഴ്സ് ഉണ്ട്, ബോർഡ് മാസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ സിംപ്ലിഫിക്കേഷൻ ഒക്കെ ഇതിന് അണ്ടറിലായിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, സിംപ്ലിഫിക്കേഷൻ ഒക്കെ നമ്പർ സിസ്റ്റത്തിന്റെ അണ്ടറിലായിരിക്കും നമ്മൾ കൊടുക്കുന്നുണ്ടാവുക. നെക്സ്റ്റ് വന്നിട്ട് LCM and HCF അറിയാം അല്ലെ, നമ്മൾ കുഞ്ഞു ക്ലാസ്സിലേ തൊട്ട് പഠിക്കുന്നതാണ് LCM and HCF. അതൊരു ഇമ്പോർട്ടന്റ് പാർട്ടാണ്. അപ്പൊ എങ്ങനെ ഒരു നമ്പറിന്റെ LCM അല്ലെങ്കിൽ HCF ഒക്കെ എങ്ങനെ കണ്ടുപിടിക്കാം, അത് എത്രയും പെട്ടെന്ന് നമുക്കൊരു നമ്പർ കണ്ടാൽ തന്നെ അറിയുന്ന രീതിയിലേക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഡെസിമൽസ് ആൻഡ് ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷൻസ് ഡെസിമൽസ് യൂസ് ചെയ്തിട്ടുള്ള ഓപ്പറേഷൻസ്, അഡീഷൻ, സബ്ട്രാക്ഷൻ, അങ്ങനത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, വലുത് ചെറുത്, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെയാണ് അതിനകത്ത് ഇൻക്ലൂഡ് ആയിരിക്കുന്നത്. റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻസ് അതുപോലെ തന്നെയാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് പെർസെൻറ്റേജ്, മെൻസുറേഷൻ, ടൈം ആൻഡ് വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്. ടൈം ആൻഡ് വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ വരുന്നത് സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അതിന്റെ ടിപ്സ് ട്രിക്സ് ഒക്കെ നമ്മൾ സ്കൂളിലൊക്കെ ഇരുന്ന് ഒരു പേജ് ഫുള്ളായിട്ട് ചെയ്യുന്നതിന് പകരം ഇതിൽ എത്ര കുറച്ച് സമയം കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാനാണ് സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസും അങ്ങനെ തന്നെയാണ്. പിന്നെ വരുന്നത് ആൾജിബ്രയാണ്. ജോമെട്രി ആൻഡ് ട്രിഗ്നോമെട്രി. ജോമെട്രി ആൻഡ് ട്രിഗ്നോമെട്രി വളരെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മതി നമുക്ക് പഠിക്കാനായിട്ട്. സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കേസും അത് തന്നെയാണ്, വളരെ കുറച്ച് മാത്രം നമുക്ക് പഠിക്കാനുള്ളൂ. പിന്നെ ഏജ് കാൽക്കുലേഷൻ, അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഏജ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. അതുപോലെ കലണ്ടർ ആൻഡ് ക്ലോക്കും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ വരുന്നത് പൈപ്സ് ആൻഡ് സിസ്റ്റം. ഇത്രയും കാര്യങ്ങളാണ് മാത്സിനകത്ത് വരുന്നത്. അപ്പം ഇത് ഓരോന്നും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ പഠിക്കുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് ജനറൽ ഇന്റലിജൻസ്, റീസണിങ് ആണ് അല്ലെ ഇതിനകത്ത് വരുന്നത്. അപ്പൊ അറിയാം നമുക്ക് കുറെ പേർക്കൊക്കെ റീസണിങ് എളുപ്പമാണ്.
സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെ? അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ജനറൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ റീസണിങ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്. അപ്പൊ റീസണിങ്ങിനകത്ത് നമുക്ക് മാർക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. നന്നായിട്ട് അറിഞ്ഞാൽ, പ്രോബ്ലംസ് ചെയ്യാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് റീസണിങ്. അപ്പൊ അതിനകത്ത് അനലോഗീസ് ഉണ്ട്, ആൽഫബറ്റിക് ആൻഡ് നമ്പർ സീരീസ്, കോഡിംഗ്, ഡീകോഡിംഗ്, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഉണ്ട്, റിലേഷൻഷിപ്സ്, സിലോഗിസം, ജംബ്ലിംഗ്, വെൻ ഡയഗ്രാം, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ആൻഡ് ഡാറ്റ സഫിഷ്യൻസി, കൺക്ലൂഷൻസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്, സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻറ്റ്, അനലിറ്റിക്കൽ റീസണിംഗ്, ക്ലാസിഫിക്കേഷൻ, ഡയറക്ഷൻ, സ്റ്റേറ്റ്മെന്റ്, ആർഗ്യുമെന്റ്സ് ആൻഡ് അസംഷൻസ്. ഇതിലകത്ത് സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ റിലേഷൻഷിപ്സ് ചോദിക്കാറുണ്ട്. ഇവരുടെ അമ്മ അങ്ങനെ, അവരുടെ ബ്രദർ, ഇവരുടെ സിസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് അത് നമുക്കൊരു ട്രീ ഒക്കെ വെച്ചിട്ട് പഠിക്കാൻ പറ്റും. പിന്നെ നമ്പർ സീരീസ്, ആൽഫബറ്റിക് സീരീസ്, ഇതും നമ്മളോട് ചോദിക്കാറുണ്ട്. പിന്നെ ഓപ്പറേഷൻ, അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാത്തിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഞാൻ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്കിപ്പോൾ ഓർമ്മ വന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത്രയുമാണ് റീസണിങ്ങിൽ വരുന്നത്. അടുത്തത് ജനറൽ അവയർനെസ്. ജനറൽ അവയർനെസ്സിനകത്ത് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ടോപ്പിക് ആയിട്ട് തന്നെ നമ്മൾ പഠിക്കണം. കറണ്ട് അഫയേഴ്സ് ഡെയിലി അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ, ഡെയിലി അപ്ഡേഷൻ ആവശ്യമാണ്. അത് എപ്പോ മുതൽ? നോട്ടിഫിക്കേഷൻ വന്നതിന്റെ ഒരു 6 months ബാക്ക് മുതലുള്ളത് നമുക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് നമുക്ക് കഴിഞ്ഞത് വരെയുള്ളതെല്ലാം മന്ത്ലി പോലെ അങ്ങനെ എങ്ങനെയെങ്കിലും ചെയ്തിട്ട് പിന്നെ ഡെയിലി ഷോർട്സ് ആയിട്ട് കറണ്ട് അഫയേഴ്സ് കൊടുക്കാം. എന്നിട്ടൊരു മന്ത് എൻഡ് ആവുമ്പോൾ ആ മന്തിൽ ഉണ്ടായ ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ലോങ് വീഡിയോ ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. ലെറ്റ്സ് സീ എങ്ങനെയാണ് റെസ്പോൺസ് എന്ന് നോക്കിയിട്ട് നമുക്ക് അതിനനുസരിച്ചിട്ട് കറണ്ട് അഫയേഴ്സ് ചെയ്യാം. പിന്നെ വരുന്ന കാര്യങ്ങളാണ് കുറച്ച് വാസ്റ്റ് ആയിട്ട് നമുക്ക് ബോറിംഗ് ആയിരിക്കും, പക്ഷെ നമുക്ക് പഠിക്കണം. ഒരു കഥ പോലെ പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്രോണോളജിക്കൽ ഓർഡറിലൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഹിസ്റ്ററി, ജോഗ്രഫി എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിനകത്തുള്ളത് ഇന്ത്യൻ ജോഗ്രഫിയെ കുറിച്ച് പഠിക്കണം, ഫ്രീഡം സ്ട്രഗിൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഇന്ത്യയുടെ കൾച്ചറും ഹിസ്റ്ററിയും പഠിക്കണം, പൊളൈറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കണം. അതിനകത്ത് ഇപ്പൊ കുറെ ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട് അല്ലെ, IPC ഒക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ നമ്മൾ കറണ്ട് അഫയേഴ്സിനകത്ത് പഠിക്കണം. ഓക്കെ, പിന്നെ ഇന്ത്യൻ എക്കോണമിയെ കുറിച്ച് പഠിക്കണം, പിന്നെ എൻവയോൺമെന്റൽ ഇഷ്യൂസ് കൺസേണിങ് ഇന്ത്യ ആൻഡ് ദ വേൾഡ് അത് പഠിക്കണം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്പോർട്സിലെ അവാർഡ്സ് കാര്യങ്ങൾ അതൊക്കെ പഠിക്കണം. ഇനിയിപ്പം പാരീസ് ഒളിമ്പിക്സ് വരികയാണ്, അപ്പൊ നമ്മൾ അതിന്റെ ഡീറ്റെയിൽസും ഒക്കെ നോക്കേണ്ടി വരും. അത് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് എക്സാം ഉണ്ടാവുക മോസ്റ്റ് പ്രോബബ്ലി, കാരണം ഓഗസ്റ്റിലാണ് പാരീസ് ഒളിമ്പിക്സ് വരുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നോക്കേണ്ടി വരും. പിന്നെ ജനറൽ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്സ്, നമുക്കിപ്പൊ കുറേ അധികം ടെക്നോളജി വന്നിട്ടുണ്ട് അല്ലെ, അപ്പൊ അതിനെ കുറിച്ചൊക്കെ പഠിക്കണം. അതുപോലെ സയന്റിഫിക് ഡെവലപ്മെന്റ്സ് ഒരുപാട് ഉണ്ടാവുന്നുണ്ട് അല്ലെ. നമുക്ക് പണ്ടൊന്നും നമ്മൾ ഇതിനെക്കുറിച്ച് വലുതായിട്ടൊന്നും അവെയർ ആയിരുന്നില്ല, പക്ഷെ ഇന്ന് നമുക്ക് ഡേ ടു ഡേ ഒരുപാട് ഡെവലപ്മെന്റ്സും കാര്യങ്ങളും നടക്കുന്നുണ്ട്. അത്രയും കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കണം. അടുത്തത് ജനറൽ അവയർനെസ് തന്നെ വരുന്നതാണ് ഫിസിക്സ്, കെമിസ്ട്രി, ലൈഫ് സയൻസ്. നമുക്ക് വാസ്റ്റ് ഏരിയ ആണ്, എന്നാലും നമുക്കത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കി അതിന്റെ ക്വസ്റ്റ്യൻസ് കൂടുതലായി നോക്കിയിട്ടൊക്കെ നമുക്ക് ചെയ്യാം. ഫിസിക്സ്, കെമിസ്ട്രി, ലൈഫ് സയൻസ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ സിലബസിൽ വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത്. അപ്പം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട്. അപ്പം ഇനി ഒരു കറണ്ട് അഫയേഴ്സ് മാത്രമാണ് നമുക്കൊരു എക്സംഷൻ വരുന്നത്. ബാക്കിയെല്ലാം നമുക്ക് ഓൾറെഡി ഉള്ള നമുക്ക് മെറ്റീരിയൽസ് എല്ലായിടത്തു നിന്നും അവൈലബിൾ ആയിരിക്കും. അപ്പം നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് പഠിക്കുക എന്ന് പറയുമ്പം കുറച്ച് സമയമാണെങ്കിലും, നമ്മൾ ഇരിക്കുന്നത് കുറച്ച് സമയമാണെങ്കിൽ പോലും ആ ഇരിക്കുന്ന സമയം പ്രോപ്പർ ആയിട്ട് അതിനായിട്ട് സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു 20 minutes നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു 20 minutes കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക എന്നതാണ്. ഓക്കെ, ഇപ്പം നമ്മൾ ഇവിടെ ചെയ്യുന്ന ഇനിയിപ്പം നമ്മൾ അങ്ങോട്ടേക്ക് വരുന്ന വീഡിയോസ് ഒക്കെ ആണെങ്കിലും 20 to 25 minutes വരുന്ന വീഡിയോസ് ആയിരിക്കും മാക്സിമം ഉണ്ടാവുക, അതിൽ കൂടുതൽ ഉണ്ടാവാറില്ല. പിന്നെ ഈ ഒരു എന്തിനാണ് ഇങ്ങനെ ഒരു വീഡിയോ എന്നൊക്കെ പറഞ്ഞാൽ, നമുക്ക് ഇപ്പം അറിയാം നമ്മൾ എല്ലാവരും ഇപ്പൊ സ്റ്റുഡൻസ് ഇതിനായിട്ട് ഇരിക്കുന്നവരൊന്നും ആയിരിക്കില്ല അല്ലെ.
ഇപ്പം വർക്ക് ചെയ്യുന്നവരുണ്ടാവാം, അതല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ വർക്കായിട്ടിരിക്കുന്നവരുണ്ടാവാം, ട്രാവൽ ചെയ്യുന്നവരുണ്ടാവാം. അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് കണ്ടിന്യൂസ് ആയി ഇരുന്ന് ഒരു ബുക്ക് നോക്കി അല്ലെങ്കിൽ ഇരുന്ന് പോയിന്റ്സ് നോട്ട് ചെയ്ത് പഠിക്കാൻ പറ്റുക, എഴുതാൻ പറ്റുക എന്നതൊന്നും പോസിബിൾ ആയിരിക്കില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് എവിടെ ഇരിക്കുമ്പോഴും എവിടെ പോകുമ്പോഴും പഠിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ എത്തിക്കുക. കാരണം അവർക്കും ഉണ്ടാവും, ഇപ്പം പ്രൈവറ്റ് ജോബിലൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ, അതായത് പ്രൈവറ്റ് ജോബ് സെക്യൂർഡ് അല്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ സെക്യൂർഡ് അല്ലാത്ത കുറച്ചുകൂടെ നല്ലൊരു ജോലി വേണം, റെയിൽവേയിൽ വേണം, അല്ലെങ്കിൽ എനിക്കൊരു സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയി ആവണം എന്നുള്ളവർക്ക് അതിന് ഓപ്പർച്യൂണിറ്റി, സമയമില്ല എനിക്ക് ഇരുന്ന് പഠിക്കാൻ സമയമില്ല എന്ന് പറയുന്നവർക്ക് നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ പഠിച്ചിട്ടുള്ള കാര്യങ്ങളും ഞാൻ യൂസ് ചെയ്തിട്ടുള്ള മെത്തേഡ്സും ഒക്കെ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് വരുന്ന വീഡിയോസിന് സപ്പോർട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം ഇത്രയും നേരം എന്നെ കേട്ടുകൊണ്ടിരുന്നതിന് ഒരുപാട് താങ്ക്സ്. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.